നൈതയുടെ ഈ ഒരു പ്രായം എന്ന് പറയുന്നത് അവന് ഒരു 1.5 വയസ്സായിട്ടോ. അപ്പോൾ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാം എക്സ്പ്ലോർ ചെയ്ത് ടച്ച് ആൻഡ് ഫീലൊക്കെ ചെയ്ത് അനുഭവിച്ചറിഞ്ഞ് പഠിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ സൈക്കോളജി പരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഐക്കോണിക് സ്റ്റേജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് അവരുടെ ഇമാജിനേഷൻ വർദ്ധിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പം എല്ലാം നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാം അവർ ഓടിപ്പോയി എടുക്കും. അതുപോലെ തന്നെ അതിന് ഫീൽ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്ന് പറയരുത് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു തീയിൽ പോയി കൈ പിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, അത് ചെയ്യരുതെന്ന് നമ്മൾ പറയൂലേ. പക്ഷേ അവരത് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്, ആ ഒരു ഫീൽ അവർക്ക് അനുഭവിച്ചറിയേണ്ട സമയമാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അവരുടെ മെമ്മറിയിൽ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ അവർ ഓരോ വസ്തുക്കളെയും ഇമാജിനറി ആയിട്ട് കയറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പ്രായമായതാണ് നൈതിക്കൂട്ടനും ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഫുൾ എക്സ്പ്ലോറിങ് ആണ്. ചേട്ടൻ്റെ അവിടെ ആകുമ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര ഒരു ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ആവുന്ന സമയത്ത് അവന് ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കൺട്രോളിങ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് എങ്ങോട്ട് പോകണം, എങ്ങോട്ട് ഓടണം എന്നൊന്നും അറിയാത്തൊരു ഫീലാണ്. പിന്നെ ചേട്ടൻ്റെ അവിടെ ഈ ബുഷ് നിൽക്കുന്നില്ലേ, അതെനിക്ക് ഓർമ്മ വന്നു. എൻ്റെ കുട്ടിക്കാലത്ത് തറവാട്ടിലുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ വേലിക്ക് ഇങ്ങനെ നമ്മൾ വെട്ടി ഇങ്ങനെ നിർത്തില്ലേ, അതേപോലെ ഓർമ്മ വന്നു. എനിക്ക് പ്രിയച്ചിട്ടേനും ഓർമ്മ വന്നേട്ടോ. കാരണം ഇതിങ്ങനെ വെട്ടി ഭംഗിയാക്കി ഇങ്ങനെ നിർത്തണ ഒരു പരിപാടി ആൾക്കുണ്ടായിരുന്നു. ബുഷ് എനിക്ക് അങ്ങനെയാണ് ഇവിടെ കണ്ടപ്പോൾ. പിന്നീട് ഇപ്പം അങ്ങനെ എവിടെയും അധികം ഇങ്ങനെ കാണാറില്ലല്ലോ. പിന്നെ ഇവിടെ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അത്. നൈതി അങ്ങടോടും ഇങ്ങടോടും, അതിൻ്റെ ഇടയിൽ 10 വട്ടം വീണാലും കുഴപ്പമില്ല, എഴുന്നേറ്റ് വരും. ഇടയ്ക്കൊരു കരച്ചിലൊക്കെ ഉണ്ടാവും, കാരണം കല്ലല്ലേ. അപ്പോൾ കുട്ടിക്ക് അങ്ങോട്ട് പരിചയമില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരാളാണ് ഇയാൾ, ലൂബിക്ക കേട്ടോ. അത് കുഞ്ഞിതായിട്ട് ഉണ്ടാവണേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലൂബിക്കയായാലും നെല്ലിപ്പുളിയായാലും നമ്മുടെ അവിടെ പോട്ടയിലില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അത് പണ്ട് തൊട്ടേ ഉള്ള ഇഷ്ടമാണ് ഈ പുളികളോട്. ചാമ്പയ്ക്കൊപ്പ് മുളകിട്ട് കഴിക്കുക, ലൂബിക്ക കഴിക്കുക, നെല്ലിക്ക കഴിക്കുക, ഇതൊക്കെയുള്ള പരിപാടി. മാങ്ങ അത് നോക്കി നിന്നപ്പോൾ ഇവിടെ ഒരാൾ വീണു കേട്ടോ. ഇങ്ങനെ 10 വട്ടം വീഴും, പൊടി തട്ടി എണീക്കും, പിന്നെ ആൾ മറന്നു പോവും. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളുടെ ശീലമാണത്. നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടലും ഇതൊന്നും ഇല്ലാതെ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. വീണ്ടും ആൾ പോയിട്ടുണ്ട്. അത് ഈ പ്രായത്തിലുള്ള ഒരു പിള്ളേരുടെ സ്വഭാവമാണല്ലേ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദേഷ്യത്തിന് ഇതാ അങ്ങോട്ട് ഓടിയിട്ടാ. എന്നാൽ പിന്നെ ഇനി ബൈ പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനി കയറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.